കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിന് ആൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കില്ല. ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല ആൺകുട്ടികളുടെ പ്രവേശനം എന്നാണ് പുതിയ ഭരണസമിതിയുടെ നിലപാട്. ഇന്നു ചേരുന്ന യോഗം വിഷയം ചർച്ച ചെയ്യും. നമുക്ക് കലാമണ്ഡലം ഒരു 50 വർഷം മുമ്പുള്ള കലാമണ്ഡലമല്ലല്ലോ ഇത്. അത് യൂണിവേഴ്സിറ്റിയായി. അതിന് കുറേ കൂടെ ഒരു സോഷ്യൽ സമഗ്രത വന്നിട്ടുണ്ട്. ഈ സ്ത്രീയും പുരുഷനും അതിൽ ആ ജെൻഡറിന് പ്രതിഭയ്ക്ക് ഇതൊന്നും വ്യത്യാസമില്ലല്ലോ. നിങ്ങളിൽ എങ്ങനെയാണ് ആ ഒരു ടാലൻറ്റ് ഇരിക്കുന്നത്, നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്താണ്, നിങ്ങൾക്ക് കലയെക്കുറിച്ചുള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അത് മാത്രമേ മാറ്റർ ആവുന്നുള്ളൂ. വേറെ ഒന്നും അവിടെ മാറ്റർ അല്ല. ജെൻഡർ ഒരു മാറ്ററേ അല്ല. അതിപ്പോൾ കേളുചരൺ മഹാപാത്ര അല്ലെങ്കിൽ ബിജു മഹാരാജ് ഇവരൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. അവരൊക്കെ പ്രത്യേകിച്ച് ഒഡീസിയൊക്കെ എന്താ പറയുന്നത്, അവരുടെ ആ ഒരു പ്രതിഭയിലൂടെയാണ് നമ്മളത് കാണുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്താണ് പുതിയ ഭരണസമിതി അംഗങ്ങൾ പറയുന്നത്? വേണു, ഇന്ന് 4 പേർ കൂടി ഈ ഭരണസമിതിക്കകത്തേക്ക് എത്തി. അത് പുതിയ 4 പേർ കൂടി എത്തുന്നു. അവർ ഈ പുഷ്പാർച്ചന നടത്തി ചുമതല ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുന്നോടിയായാണ് നമ്മളോട് സംസാരിച്ചത്. ആ സമയത്താണ് നീന പ്രസാദ് അടക്കമുള്ള പുതിയ ഭരണസമിതി അംഗങ്ങൾ സംസാരിച്ചത്. അതായത് അവർ പറയുന്നത് ധൃതി പിടിച്ചൊരു തീരുമാനത്തിലേക്ക് പോയേക്കില്ല എന്ന സൂചന തന്നെയാണ് പുതിയ ഭരണസമിതി അംഗങ്ങളും പങ്കുവെക്കുന്നത്. അവർ പറയുന്നത് ഇതിൽ ഒരു നയപരമായ തീരുമാനമാണ് വേണ്ടത്. പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോയാൽ അത് പിന്നീട് ഒരു പിഴവിലേക്ക് പോകരുത്. അതുകൊണ്ട് തന്നെ നയപരമായി ചർച്ച ചെയ്തു വേണം ഒരു തീരുമാനത്തിലേക്ക് പോകാൻ എന്നുള്ളതാണ് നീന പ്രസാദ് അടക്കമുള്ളവർ നമ്മളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ഇന്ന് ചേരുന്ന ഭരണസമിതി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും. ഈ വിഷയം കൃത്യമായി തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് അതിനകത്തേക്ക്, അതായത് എന്ത് തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത്, കാരണം ഇത് കുറെ കാലങ്ങളായി നിലനിൽക്കുന്ന വിഷയമാണ്. ഈ ആൺകുട്ടികളെ മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള നൃത്തങ്ങളിലേക്ക് ഈ പഠനത്തിനായി പരിഗണിക്കണം എന്നത്. പക്ഷേ ഇതുവരെയും അതിൽ ഒരു തീരുമാനവും കൈക്കൊള്ളാൻ സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയം ഭരണസമിതി യോഗം ചേരുന്ന സമയത്ത് ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ന് പോയേക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഭരണസമിതി യോഗം ചേരും. ഇപ്പോൾ ഈ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ കലാമണ്ഡലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണു. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.